നമസ്കാരം. N4 ന്യൂസിന്റെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ശരണ്യ പ്രശാന്ത്. ആദ്യം വാർത്തകളുടെ തലക്കെട്ടുകൾ കാണാം. തൃശൂരിൽ നിന്നും സുവോളജിക്കൽ പാർക്കിലേക്കുള്ള KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ഇന്നു മുതൽ ആരംഭിക്കും. തൃശൂർ DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS അനിൽകുമാർ BJPയിൽ ചേർന്നു. കല്ലൂർ സ്വദേശി വട്ടക്കുഴി റാഫി ജോസ് കോമയിലായ സംഭവത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാർ തൃശൂർ ജയ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. കോട്ട 3 പീടിക പാതയിൽ കല്ലേറ്റുകര വല്ലക്കുന്നിന് സമീപം സ്വകാര്യ ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ഓപ്പറേഷൻ സൈഹഡിന്റെ ഭാഗമായി നടത്തിയ 37 റൈഡുകളിൽ നിന്നും 10 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട നാട്ടുകാരുടെ പരാതി പ്രവാഹം. വാർത്തകൾ വിശദമായി അറിയാം. തൃശൂരിൽ നിന്നും സുവോളജിക്കൽ പാർക്കിലേക്കുള്ള KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ഇന്നു മുതൽ ആരംഭിക്കും. വൈകിട്ട് 4-ന് സുവോളജിക്കൽ പാർക്കിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ K രാജൻ, KB ഗണേഷ് കുമാർ എന്നിവർ ചേർന്ന് ഡബിൾ ഡെക്കർ ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. കഴിഞ്ഞ ഒക്ടോബർ 15-ന് ഡബിൾ ഡെക്കർ ബസിന്റെ ട്രയൽ റൺ നടന്നിരുന്നു. തൃശൂർ സ്വരാജ് റൗണ്ട് ചുറ്റി മണ്ണുത്തി നടത്തറ ബൈപ്പാസ് വഴിയാണ് സുവോളജിക്കൽ പാർക്കിലേക്ക് ഡബിൾ ഡെക്കർ ബസ് സർവീസ് നടത്തുക. കോഴിക്കോട് നിന്നാണ് ഡബിൾ ഡെക്കർ ബസ് എത്തിച്ചിരിക്കുന്നത്. ദിവസം 3 തവണയായിരിക്കും ബസ് സർവീസ് നടത്തുക. സുവോളജിക്കൽ പാർക്കിലാണ് രാത്രി ബസ് നിർത്തിയിടുക. തൃശൂരിൽ നിന്ന് ആരംഭിച്ച് നഗരം ചുറ്റി പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ കാഴ്ചകൾ മുകളിലിരുന്ന് കാണാൻ പറ്റുന്ന വിധത്തിൽ ഒരു ഡബിൾ ഡെക്കർ ബസ്സാകാമോ? ഈ ഒരു ആലോചന തുടങ്ങിയിട്ട് കുറേ നാളായി. പക്ഷേ അങ്ങോട്ട് ഏതു വിധത്തിൽ ശരിയാകും എന്ന് ധാരണയുണ്ടായിരുന്നില്ല. തൃശ്ശൂരിന് മാത്രം ഡബിൾ ഡെക്കർ ബസ്സില്ല. തിരുവനന്തപുരത്ത് ഡബിൾ ഡെക്കർ ബസ് നല്ല രസമാണ് ആളുകൾക്ക് യാത്ര ചെയ്യാൻ. വൈകുന്നേരങ്ങളിലെ സവാരിക്കൊക്കെ ഭയങ്കര രസകരമാണ്. എറണാകുളത്ത് പിന്നെ ഡബിൾ ഡെക്കർ ബസ് വന്നു. ആ ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയോട് തൃശ്ശൂരിന് മാത്രമായിട്ടൊരു ഡബിൾ ഡെക്കർ ബസ് വേണം എന്ന ആവശ്യം ഉന്നയിച്ചത്. തൃശ്ശൂരിനൊരു ഡബിൾ ഡെക്കർ ബസ്സാകുമ്പോൾ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് നഗരം ചുറ്റി വരാം. ഇനി മറ്റേതെങ്കിലും ഡെസ്റ്റിനേഷനുകൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടും നമുക്ക് ആവശ്യമായ വിധത്തിൽ ഉപയോഗിക്കാൻ കൂടി കഴിയും. അങ്ങനെ ഒരു ബസ്സിൻ്റെ ആവശ്യം വന്നു. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് മുമ്പാകെ അത് കാണിച്ചുകൊണ്ട് ഒരു നിവേദനം നൽകി. മന്ത്രി ഉടനടി തന്നെ ഒരു ബസ് സ്വന്തമായി KSRTC തന്നെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകി. അതനുസരിച്ച് ഒരു പുതിയ ബസ് തന്നെ KSRTC മേടിച്ച് ഇന്ന് അതിൻ്റെ ആദ്യ യാത്ര ആരംഭിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിൻ്റെ മുമ്പിൽ വെച്ച് ആദരണീയനായിട്ടുള്ള ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതോടുകൂടി ഇനി തൃശ്ശൂരിന് സ്വന്തമായി ഒരു ഡബിൾ ഡെക്കർ ബസ്സായി പൂരവും ആഘോഷങ്ങളും ഒക്കെ നടക്കുമ്പോൾ ആകാശത്തിലിരുന്ന് തൃശ്ശൂരിനെ കാണാൻ, മുകളിലിരുന്ന് തൃശ്ശൂരിനെ കണ്ട് യാത്ര ചെയ്യാൻ ഒരു ഡബിൾ ഡെക്കർ ബസ് നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ ആവേശമാണ്. ഇന്ന് 4 മണി മുതൽ ആ ആശ സാധ്യമാവുകയാണ്. മുഴുവൻ ആളുകളെയും ഡബിൾ ഡെക്കർ ബസിന്റെ യാത്രയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യാം. തൃശൂർ DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS അനിൽകുമാർ BJPയിൽ ചേർന്നു. BJP സംസ്ഥാന ഓഫീസിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അനിൽകുമാറിനെ ഷാൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. BJP ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ്, സംസ്ഥാന പ്രഭാരി മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ, കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ എന്നിവർ അനിൽകുമാറിനെ അഭിനന്ദിച്ചു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ചെയർമാൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, DCC സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ച അനിൽകുമാർ റെഡ് ക്രോസ് സൊസൈറ്റി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. തൃശൂർ ജില്ലയിൽ BJPയെ ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കുമെന്നും കോൺഗ്രസ് മതതീവ്രവാദ സംഘങ്ങൾക്ക് അടിമപ്പെട്ടു കഴിഞ്ഞതായും അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞു. ചികിത്സാ പിഴവിനെ തുടർന്ന് കല്ലൂർ സ്വദേശി വട്ടക്കുഴി റാഫി ജോസ് കോമയിലായ സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ തൃശൂർ ജയ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. മൂക്കി ദശ വളരുന്നതിനെ തുടർന്ന് ഫെബ്രുവരിയിലാണ് റാഫിയെ ദയ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയത്. അനസ്തീഷ്യ നൽകിയതിനെ തുടർന്നാണ് റാഫി വെന്റിലേറ്ററിലായതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. നാളിതുവരെ ബോധം തിരിച്ചു കിട്ടാതെ കോമ സ്റ്റേജിലാണ് റാഫി. ആശുപത്രി അധികൃതരുടെ ചികിത്സാ പിഴവാണ് ഗുരുതരാവസ്ഥയ്ക്ക് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. റാഫി ജോസിന്റെ ചികിത്സ മുഴുവൻ ആശുപത്രി മാനേജ്മെന്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പാലക്കപ്പറമ്പ് പൗരസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചത്. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സന്ദീപ് കാണിയത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെറോൺ ജോൺ, മറ്റു പൗരസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി.
കോട്ട 3 പീടിക പാതയിൽ കല്ലേറ്റുങ്ങര വല്ലക്കുന്നിന് സമീപം സ്വകാര്യ ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ഇരിങ്ങാലക്കുട സ്വദേശികളായ ചെട്ടിപ്പറമ്പ് കാരയിൽ വീട്ടിൽ ശൈലജ, കാരയിൽ വീട്ടിൽ ഹരിത, വലിയ വീട്ടിൽ കൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി ഭാഗത്തു നിന്നും ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോയിരുന്ന ചീനിക്കാസ് ബസും എതിർദിശയിൽ വന്ന ഓട്ടോറിക്ഷയും കൂട്ടിയിടിക്കുകയായിരുന്നു. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് തടയുന്നതിനായി സംസ്ഥാനത്ത് വ്യാപകമായി നടത്തിയ ഓപ്പറേഷൻ സൈഹഡിന്റെ ഭാഗമായി തൃശൂർ സിറ്റി പോലീസ് വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി നടത്തിയ 37 റൈഡുകളിൽ നിന്ന് 10 കേസുകൾ രജിസ്റ്റർ ചെയ്ത് 9 പ്രതികളെ അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ നിന്നും കൃത്യത്തിന് ഉപയോഗിച്ച മൊബൈലുകളും പാസ്ബുക്കുകളും ചെക്ക് ബുക്കുകളും പോലീസ് കണ്ടെടുത്തു. നെടുപുഴ തയ്യിൽ വീട്ടിൽ ബിനീഷ്, കൈപ്പറമ്പ് പുത്തൻപുരയ്ക്കൽ നിതിൻ രാജ്, മണ്ണുത്തി കാളത്തോട് കൊറ്റവിള പുത്തൻ വീട്ടിൽ ഷബീർ, വാണിയമ്പാറ കുന്നുംപുറത്ത് ബാബു, എടക്കഴിയൂർ അഴിയത്ത് മുഹമ്മദ് മാലിക്, പോർക്കുളങ്ങാട് പയ്യൂർ വീട്ട് അമേക്, ഇയാൽ 50 വീട് നഗർ ചെട്ടിത്തൊടി വിഷ്ണു, കൊണ്ടാടി താണിക്കൽ രാജീവ്, കോഴിക്കോട് അരിക്കുളം ഉമ്മച്ചാമ്പുറം വൈഷ്ണവ് എന്നിവരാണ് അറസ്റ്റിലായത്. മ്യൂൾ അക്കൗണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന വാടക ബാങ്ക് അക്കൗണ്ടുകളിലൂടെ സൈബർ തട്ടിപ്പുകൾ വ്യാപകമാകുന്നത് തടയുന്നതിനാണ് ഇത്തരം പരിശോധനകൾ ശക്തമാക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ പരാതി പ്രവാഹം. നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തുന്നതിന് ദേശീയപാത അധികൃതർ വാണിയമ്പാറയിൽ എത്തിയപ്പോഴാണ് നാട്ടുകാർ കൂട്ടമായി പരാതികൾ ഉന്നയിച്ചത്. വാണിയമ്പാറയിൽ അടിപ്പാത നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകാതെയാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. ദേശീയപാത അധികൃതരുടെ അനാസ്ഥ മൂലം വാണിയമ്പാറയിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നതായി നാട്ടുകാർ പരാതി ഉന്നയിച്ചു. മഴവെള്ളം ഒഴുകി പോകാനായി നിർമ്മിച്ച കാനകൾ ശരിയായ രീതിയിലല്ലെന്നും നാട്ടുകാർ പറഞ്ഞു. പാണഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ, വൈസ് പ്രസിഡന്റ് മാത്യു നൈനാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബൂബക്കർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. യുവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 70 രൂപ കുറഞ്ഞ് ഗ്രാമിന് 14,860 രൂപ, പവന് 1,18,880 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ നിന്നും സോളജിക്കൽ പാർക്കിലേക്കുള്ള KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ഇന്നു മുതൽ ആരംഭിക്കും. തൃശൂർ DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS അനിൽകുമാർ BJPയിൽ ചേർന്നു. കല്ലൂർ സ്വദേശി വട്ടക്കുഴി റാഫി ജോസ് കോമയിലായ സംഭവത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാർ തൃശൂർ ജയ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. കോട്ട 3 പീടിക പാതയിൽ കല്ലേറ്റുങ്ങര വല്ലക്കുന്നിന് സമീപം സ്വകാര്യ ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ഓപ്പറേഷൻ സൈഹഡിന്റെ ഭാഗമായി നടത്തിയ 37 റൈഡുകളിൽ നിന്നും 10 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ പരാതി പ്രവാഹം. ഇതോടെ പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.